السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن أنس بن مالك رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من سأل الله الجنة 3 مرات قالت اللهم أدخله الجنة ومن استجار من النار 3 مرات قالت النار اللهم أجره من النار رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ 2572 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമായിൽ നിന്നുള്ള ഹദീസിന്റെ പൂർണ്ണ രൂപമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടതാണ്. നരകമോചനം ആഗ്രഹിക്കുകയും നരകശിക്ഷയെ ഭയപ്പെടുകയും വേണം. കാരണം പൈശാചികമായ പ്രലോഭനങ്ങളിൽ വീണ് തെറ്റിൽ പതിച്ച് പാപങ്ങളിൽ ആറാടി ജീവിതം മുഴുവൻ കുറ്റകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ ലഇൻ ശകർതും ലഅസീദൻ, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം. വെറുതെ ഒരു ഓറലായിട്ട് പറഞ്ഞതല്ല. അറബ് ഭാഷയിൽ അറിയാവുന്നവർക്കൊക്കെ അറിയാം, തൗഹീദിന്റെ ലാഭം ഷിദ്ദത്തിന്റെ നൂനുമൊക്കെ ചേർത്തിയാണ് അള്ളാഹു പറഞ്ഞത്. തരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി. തീർന്നില്ല, ബാക്കി ഭാഗത്തുള്ളവർ ഇൻ കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിച്ചാലോ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ കാഠിന്യമേറിയതാണ്. ഒരു മനുഷ്യന് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണ് നരകം എന്നുള്ളത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമായിൽ നിന്നുള്ള ഹദീസിൽ കാണാൻ പറ്റും, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമത്തി ലറജുലു യുളഉ ഫീ അഖ്മസി ഖദമൈഹി ജംറതാനി യഅലി മിൻഹുമാ ദിമാഉഹു. നരകശിക്ഷയിലെ ഏറ്റവും ചെറിയ ശിക്ഷ 2 ചെറിയ ജംറകളാണ്, ചെറിയ തീപ്പൊരികൾക്കാണ് പറയുക. അത് രണ്ടും അയാളുടെ കാലിന്റെ വെള്ളയിൽ അടിഭാഗത്ത് വെച്ചു കൊടുത്താൽ തിളച്ചു മറിഞ്ഞ് അയാളുടെ തലച്ചോറ് വരെ ഓടിയെത്തും. അത് പൊട്ടിച്ചിതറും. അപ്പോൾ അയാൾ വിചാരിക്കും മാ യറോ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബൻ വ ഇന്നഹു ലഅഹ്വനഹും അദാബ. ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ എന്തായിരിക്കും? ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് അയാൾക്ക് തോന്നിപ്പോകുമാറ് ശിക്ഷയുടെ കാഠിന്യം ഏറുന്ന രൂപത്തിലായിരിക്കും ഏറ്റവും ചെറിയ ശിക്ഷകൾ പോലും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചെറിയ ശിക്ഷ അല്ല, ഇലക്ട്രിക് ഷോക്കൊക്കെ ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നാർക്കും ജുസ്അൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ ഖീല യാ റസൂലുള്ളാഹ് ഇൻ കാനത് ലകാഫിയ, നിങ്ങൾ ഈ കത്തിക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി, അതാണ് 69 ഇരട്ടിയും ഇനി വരാനിരിക്കുന്ന നരകത്തിന്റെ ശിക്ഷയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ 70-ൽ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സംഭവത്തിന്റെ തുടർച്ചയായ റസൂൽ പറഞ്ഞതാണ്. നല്ല ശക്തമായ ചൂടുള്ള ഒരു ദിവസം പ്രയാസപ്പെട്ട് നിസ്കരിക്കാൻ വൈകിയപ്പോൾ റസൂൽ അതൊന്ന് പിന്തിച്ച് അത് ഒന്നൊരൽപ്പം നീട്ടിവെച്ച് നിസ്കരിക്കാനൊക്കെ കൽപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഈ ചൂടൊന്നും ചൂടല്ല, മിൻ ഖൈഹി ജഹന്നം, ഇത് ജഹന്നമിൻ്റെ ഒരു നിശ്വാസമാണ്, ഏമ്പക്കമാണ്, തികട്ടലാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് ഈ ചൂടൊന്നും ഒരു ചൂടല്ല, നരകത്തിൻ്റെ ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നരകത്തിൻ്റെ കാഠിന്യം അതിൽ നിന്നൊക്കെ ബോധ്യമാണ്. ആ നരകം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു ഈയാമ്പാറ്റ, മെഴുകുതിരി കത്തിച്ചു വെച്ച ആ വെളിച്ചത്തിലേക്ക് ഒരു ഈയാമ്പാറ്റ വന്നാൽ 1-2 കറങ്ങലൊക്കെ കറങ്ങും. ചിറക് അതിൻ്റെ നാളത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം കഴിഞ്ഞല്ലോ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതിനെയാണ് പേടിക്കുന്നത്, അതിനെയാണ് ഭയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം ഒരാൾ അല്ലാഹുവേ ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞാൽ ഖാലത്തിന്നാറു, നാളെ പരലോകത്ത് ആ നരകം പറയുമത്രേ അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, ഇയാളല്ലേ
ഇത് 3 പ്രാവശ്യവും 30 പ്രാവശ്യവും 300 പ്രാവശ്യവും 3000 പ്രാവശ്യമൊക്കെ ജീവിതത്തിൽ ആവർത്തിച്ച് പറഞ്ഞു പേടിച്ച് ഭയപ്പെട്ട് ശിക്ഷയ്ക്ക് വേണ്ടി യാചിച്ചവനാണ് പാപിയായ ദോഷിയായ ഈ സാധുവായ മനുഷ്യനെ അള്ളാഹുവേ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ നമുക്ക് നരകത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടി, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൻ്റെ സപ്പോർട്ട് കിട്ടി സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള അവസ്ഥയാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും നാളെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ ബന്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്ത് മാപ്പാക്കി തന്ന് അള്ളാഹു ഇരുലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും ഒക്കെയുള്ള ആളുകൾക്ക് ഷഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹ്ഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനും റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും ബേജാറും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.